നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്നറിയാമോ? വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഊണിന് പോകുന്നു, വിളിക്കുന്നു, ചിലപ്പം വണ്ടിയിൽ യോഗത്തിന് കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. നമ്മൾ പറയും, ഓ എന്തൊരു ദൈവസ്നേഹമാണ്, അവരുടെ വണ്ടിയിൽ എന്നെയും കൂടെ കയറ്റിക്കൊണ്ട് പോകുന്നു, എന്തൊരു ദൈവസ്നേഹമാണ്. ഇതൊക്കെ റോട്ടറി ക്ലബ്ബിലും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ സഭയെ മാത്രമൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ ലയൺസ് ക്ലബ്ബിലും റോട്ടറി ക്ലബ്ബിലും എല്ലാം സ്നേഹം കാണിക്കുന്നുണ്ട്. അതൊരു ഹ്യൂമൻ ലവ് എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ദൈവിക സ്നേഹമൊന്നുമല്ല. ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ്. ബാക്കിയുള്ളതൊരു ഹ്യൂമൻ ലവാണ്, ഒരു ഹ്യൂമൻ ലവ്. അതിനകത്ത് ദൈവികത ഉണ്ടെങ്കിൽ ദൈവിക സ്നേഹമെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തിരിച്ചറിയണമെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ, എല്ലാവരെയും. അടുത്ത സമയത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി നല്ല കാര്യങ്ങളെല്ലാം അയാൾക്ക് വേണ്ടതെല്ലാം എടുത്ത് കൊടുക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരാളത് കേട്ട് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കും നിങ്ങളോടുള്ള സ്പെഷ്യൽ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം എടുത്തു തന്നെന്ന്. ഈ പുള്ളിക്കാരി അങ്ങനൊന്നുമല്ല, ആര് വന്നാലും ഇങ്ങനെ തന്നെയാണെന്ന്. അതായത് മറ്റേ ആൾ ചിന്തിച്ചു, ഓ എന്നോട് എന്തൊരു സ്നേഹമാണ്, അതുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം തന്നത്. ഉടനെ അടുത്ത നാൾ പറയാ, നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളോടുള്ള സ്പെഷ്യൽ സ്നേഹം കൊണ്ടാണെന്ന്. ആര് വന്നാലും ഈ പുള്ളിക്കാരി അങ്ങനെ തന്നെയാണെന്ന്, എല്ലാം എടുത്തു കൊടുക്കുമെന്ന്. പക്ഷെ അതാണ് വാസ്തവത്തിൽ എന്ത് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. അതായത് ചിലർക്ക് കൊടുക്കുകയും ചിലർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതല്ല. സ്വർഗസ്ഥ പിതാവിൻ്റെ പ്രത്യേകത, അവൻ ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ഒരുപോലെ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. ഒരു യഥാർത്ഥ ദൈവ പൈതൽ സ്വർഗസ്ഥ പിതാവിൻ്റെ മകനാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നല്ലവരുടെ മേലും നീതികെട്ടവരുടെ മേലും, എന്നെ സ്നേഹിക്കുന്നവരുടെ മേലും എന്നെ വെറുക്കുന്നവരുടെ മേലും എന്നെ ഉപദ്രവിക്കുന്നവരുടെ മേലും ഒരുപോലെ നമ്മുടെ പ്രകാശം, നീതി സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രകാശം പരത്തുമ്പോൾ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുമ്പോൾ, അപ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ആരായിത്തീരാൻ പറ്റുന്നത്, നമ്മുടെ സ്വർഗസ്വപിതാവിൻ്റെ പുത്രന്മാർ ആയിത്തീരുവാൻ കഴിയുന്നത്. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അതെവിടെ അറിയുന്നത്? കർത്താവിൻ്റെ സൽഗുണപൂർണത നമ്മൾ വെളിവാകുന്നത് അവൻ്റെ സ്നേഹത്തിലാണ്. കാര്യം ഈ പശ്ചാത്തലം അതാണ്, സ്നേഹത്തിലാണ്. അവനെപ്പോലെ സൽഗുണപൂർണരാകുവാനുള്ള മാർഗം എന്താണെന്നറിയാമോ? സ്നേഹത്തിൽ മുതിർന്നു വരുമ്പോഴാണ് നമ്മൾ സ്വർഗസ്ഥ പിതാവിനോട് അനുരൂപരാകുന്നത്. ബാക്കി ഒരു കാര്യത്തിനുമല്ല, സ്നേഹത്തിൽ. ഇഫ് യു ക്യാൻ ലവ് പീപ്പിൾ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, you are certainly growing into the perfection of your heavenly Father. ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ സ്വർഗസ്ഥ പിതാവിൻ്റെ പെർഫെക്ഷനിലേക്ക്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. സൽഗുണപൂർണതയിലേക്ക് നയിക്കപ്പെടുന്നത് എപ്പോഴാണ്? when we start loving without discrimination. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും ഒടുവിൽ മാത്രം ചില ഇമോഷണൽ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ ഇളക്കുന്ന ഒരു പതിവ് നമുക്ക് പലപ്പോഴും ഉണ്ട്. പക്ഷേ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ അങ്ങനല്ല, ദൈവവചനം വായിക്കുമ്പോഴും അങ്ങനല്ല. അതിൻ്റെ ഓരോ വാക്കുകളിലും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ഉളി, ചിസ്ലിങ് എന്താ നമ്മൾ പറയുന്നത്, അതിന് എന്താ ഉളിയാണ്? കൊത്തുളി. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന കൊത്തുളി ഓരോ വേദപുസ്തക വാക്കുകളിലും കർത്താവ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളിലും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ കൊത്തിപ്പണിയുന്ന, കൊത്തുളി എന്ന് പറയുമ്പോൾ അതാണല്ലോ അർത്ഥമാക്കുന്നത്. ഒരു പ്രതിമ നിർമ്മിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അവൻ്റെ കൊത്തുളി കൊണ്ട് രൂപം വരുത്തുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൽ അനുരൂപരാകുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൊത്തുളികളാണ് അവൻ്റെ വചനമൊക്കെ. നമ്മളെ ചിസിൽ ചെയ്ത് കളയാൻ, അവൻ്റെ സ്വഭാവത്തോട് അനുയോജ്യമല്ലാത്തതിനെല്ലാം ചെത്തിക്കളയാനായിട്ട് അവൻ ഒരുക്കി വച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹാബേൽ എൻ്റെ കാര്യം. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം. അത് ശരിക്കും ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കണ്ടിട്ടില്ലാതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ നിയമ വിശുദ്ധന്മാരുമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നത്. അവർ ഈ പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നു, അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി സംസാരിക്കുന്നു പറഞ്ഞതിനകത്തൊന്നും എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. നമ്മൾ പറയും പഴയ നിയമത്തിലെ വിശുദ്ധന്മാരൊക്കെ, അവരൊക്കെ ഹാബേലിൻ്റെ രക്തത്തിൻ്റെ പ്രശ്നം, അവൻ പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ചു ഇല്ലേ, അല്ലെങ്കിൽ കയ്യിനോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓരോ പഴയ നിയമ വിശുദ്ധന്മാരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ 137-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 7ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്നതായ വ്യക്തികൾ ഈ ബാബിലോണിലുള്ള ആളുകളോട്
അവരുടെ മനോഭാവം എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നത് അവിടെയാണ്. വേഴ്സ് 7-9, 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. ഇടിച്ചുകളവിൻ, അടിസ്ഥാന ബലിയതിനെ ഇടിച്ചുകളവിൻ എന്നിങ്ങനെ പറഞ്ഞ് ഏദോമ്യർക്കായി യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ആരാ ഇത് പറയുന്നത്? പ്രവാസത്തിലിരിക്കുന്ന യഹൂദ ജനതയാണ്. അവര് 137 സംഘത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ, ബാബേൽ നദിയുടെ തീരത്തിരുന്ന് ഞങ്ങൾ കരഞ്ഞു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ അലരി വൃക്ഷത്തിന്മേൽ ഞങ്ങളുടെ വീണകളെയൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടു. അപ്പോൾ ബാബേൽ നിവാസികൾ വന്നിട്ട് ചോദിക്കുകയാണ് പ്രവാസികളോട്, നിങ്ങളെന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നല്ല സൗകര്യമല്ലേ, സുഖമല്ലേ? ശരിയാണ്. യെരൂശലേമും ബാബിലോണും തമ്മിൽ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കോഴിക്കോടും കാലിഫോർണിയയും തമ്മിലുള്ള വ്യത്യാസം പോലെ ഉണ്ട്. കോഴിക്കോട് നിന്ന് ഒരാളെ കാലിഫോർണിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിടത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കോഴിക്കോട് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര അവർ വന്നിരിക്കും, നീ എന്തോടായി കാണിക്കുന്നത്, എന്തൊരു മണ്ടത്തരമാണ്, കോഴിക്കോട് എവിടെ കിടക്കുന്നു, കാലിഫോർണിയ എവിടെ കിടക്കുന്നു, നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിക്കും അല്ലേ നോർമലി. ഇതുപോലെയാണ് ബാബേൽ നിവാസികൾ വന്ന് ചോദിക്കുന്നത്, എന്തോടെ യെരൂശലേമിനെ ഓർത്ത് ഇത്രമാത്രം കരയാൻ? നീ വന്നിരിക്കുന്നത് ബാബേലിലല്ലേ, നീ ബാബിലോണൊന്ന് നോക്ക്, അതിൻ്റെ മഹത്വം ഒന്ന് കാണ്. പക്ഷെ അവർ പറഞ്ഞു, എനിക്ക് ഈ മഹത്വം ഒന്നും കാണണ്ട, സിയോനെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാണ്. അവർ പറഞ്ഞു, നീ ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്തോത്രഗാനം പാടും. കർത്താവ് നിങ്ങളെ ആ കോഴിക്കോട്ട് നിന്ന് രക്ഷപ്പെടുത്തി കാലിഫോർണിയയിൽ കൊണ്ടുവന്നതിനെ ഓർത്ത് നിങ്ങളൊന്ന് സ്തുതിച്ചേ. നമ്മളാണെങ്കിൽ സ്തുതിച്ചോളൂ, നമുക്കതേ ഉള്ളൂ സ്തുതി. ആകപ്പാടെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടങ്ങ് പോകുമ്പോഴാണ് നമ്മുടെ സ്തുതി മുഴുവൻ വരുന്നത്. അവർ പറയുന്നത് അതല്ല, ഇല്ല എൻ്റെ കോഴിക്കോട് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ യെരൂശലേമിനെ മറന്നുപോയാൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ, യെരൂശലേമിനെ ഞാൻ ഓർക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. കാര്യം അവർക്ക് യെരൂശലേം അത്രയ്ക്കും വലിയൊരു പാഷനായിരുന്നു. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്താണ്? ബാബേലെ, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, നീ ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഈ പ്രതികാരത്തിൻ്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവർ പറയുന്നത് അവരുടെ ഇഗ്നറൻസിൽ നിന്നാണ്. എന്ത് ഇഗ്നറൻസ്? അവരാരും കാൽവറി ക്രൂസിലെ സ്നേഹം കണ്ടിട്ടില്ലല്ലോ. കാൽവറി ക്രൂസിൻ്റെ ദർശനം ഉണ്ടായവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായമാണല്ലോ ഞാൻ പറഞ്ഞത്. 2 Chronicles chapter 24 അതിൻ്റെ 20 തൊട്ട് 24-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. എന്നാളെ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയാദാ പുരോഹിതൻ്റെ മകനായ സെഖരിയാവിൻ്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവനോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിൻ്റെ കൽപ്പനപ്രകാരം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ് രാജാവ് തൻ്റെ അപ്പനായ യഹോയാദാ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവൻ്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യഹോയാദാ പുരോഹിതനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോവാശ് രാജാവിനെ ജീവൻ രക്ഷിച്ച് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. അവൻ്റെ സഹോദരിയുടെ മകനാണ്. എന്നാൽ ഈ രാജാവ് അവൻ്റെ ജീവിതത്തിൽ ഈ പുരോഹിതൻ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഓർക്കാതെ സെഖരിയ പ്രവാചകൻ യഹോയാദാ പുരോഹിതൻ്റെ മകനാണ്. സെഖരിയാവിനെ എന്ത് ചെയ്തു? സെഖരിയ പ്രവാചകന്റെ പ്രവചനത്തെ കണക്കാക്കാതെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം, രാജാവ് കൽപ്പന കൊടുത്തു. തൻ്റെ ജീവൻ രക്ഷിച്ച യഹോയാദാ പുരോഹിതൻ്റെ മകനെ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പന കൊടുത്തു. സെഖരിയ പുരോഹിതൻ പറയുന്ന കാര്യം എന്താണ്? ജസ്റ്റ് വൺ തിങ്. എന്താ? യഹോവ നോക്കി ചോദിച്ചോളട്ടെ. ദൈവം നിന്നോട് ചോദിക്കാതിരിക്കത്തില്ല. ഇതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം. സെഖരിയ പുരോഹിതൻ അല്ലെങ്കിൽ സെഖരിയ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം യഹോവയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ശത്രുക്കളുടെ കൈകൾ കൊണ്ട് ആണിയടിക്കപ്പെട്ട് ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന യേശുവിൻ്റെ ദർശനം ആർക്കുണ്ടായിട്ടില്ല? സെഖരിയ പുരോഹിതന് ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലെ സ്റ്റോറികൾ പറഞ്ഞിട്ട് അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്താൽ കുഴപ്പമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം അവരുടെ ദർശനത്തിന് അത്രയുമേ വ്യാപ്തിയുള്ളൂ. അവരുടെ വെളിപ്പാടുകൾ ആ ഒരു നില മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. യേശുവിൻ്റെ ദർശനം കിട്ടിയ ഒരു വ്യക്തിക്ക് കാൽവറി ക്രൂശിൽ പിടയുമ്പോഴും ക്രൂശിച്ചവരോട്
പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ ദർശനം ലഭിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം തോന്നുന്നത് സ്വാഭാവികമല്ല. പഴയ നിയമത്തിൽ അത് സ്വാഭാവികമാണ്, പക്ഷെ ഇന്നത് സ്വാഭാവികമല്ല. എന്തുകൊണ്ട് സ്വാഭാവികമല്ല? കാലഘട്ടത്തിൻ്റെ വ്യത്യാസമല്ല, പ്രത്യുത കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ വെളിപ്പാടിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ പറയും പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇങ്ങനെ. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ ആയത്? ചില ആളുകളെല്ലാം പറയുന്നു പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇങ്ങനെ അല്ല. സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ എന്തുകൊണ്ടല്ല? കാരണം പുതിയ നിയമത്തിൽ നമുക്കൊരു വലിയ വെളിപ്പാട് കിട്ടിയിരിക്കുന്നു. എന്ത് വെളിപ്പാട്? ക്രൂശിൽ കിടക്കുമ്പോഴും ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതേപോലെ തന്നെ പാപക്ഷമയെക്കുറിച്ചുള്ള ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നുണ്ട്. 6:14 നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. പ്രിയമുള്ളവർ, ഈ ഭാഗമൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ പാപക്ഷമയുടെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നവൻ്റെ കരുണയിലാണ്. പക്ഷേ കരുണ കാണിക്കുന്നവനായ കർത്താവ് നമ്മൾ അതേ കരുണ മറ്റുള്ളവരോട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. നമ്മളെല്ലാം ക്ഷമിച്ചേച്ച് ചെന്നപ്പോഴല്ല കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത്. അത് നിങ്ങൾ തിരിച്ചറിയണം, അല്ലേ? ഞാൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളോട് ക്ഷമിച്ചതിന് ശേഷം ചെന്നപ്പോഴാണോ കർത്താവിനോട് പറഞ്ഞത്, ശരി എല്ലാവരോടും ക്ഷമിച്ചിട്ട് നീ വന്നല്ലോ, കൊള്ളാം, ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നാൽ പിന്നെ നിൻ്റെ പാപങ്ങളെ ഞാനും ക്ഷമിച്ചേക്കാമെന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല. നമ്മൾ ക്ഷമിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും നിലനിൽക്കെ തന്നെ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് നമ്മളുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചു. പക്ഷേ നമ്മളോട് കർത്താവ് കാണിച്ച ക്ഷമ നമ്മൾ മറ്റുള്ളവരോട് കാണിച്ചില്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയ ക്ഷമ നിരസിക്കപ്പെടും, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരു ദിവസം അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തൻ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാതിനാൽ അവൻ്റെ യജമാനൻ അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വന്ന് അവനെ നമസ്കരിച്ചു. യജമാനനെ, ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്നവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഇത് സംഭവിച്ചത് അവൻ്റെ കൂട്ടുകാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും അവൻ്റെ യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയും ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഈ വേദഭാഗം ആത്മാർത്ഥതയോടെ വായിച്ച് പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എത്ര പേരുണ്ട്? പത്രോസ് വന്ന് ചോദിക്കുകയാണ്, എൻ്റെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 വട്ടം മതിയോ? നമ്മളെല്ലാം കണക്ക് നോക്കി ക്ഷമിക്കുന്നവരാണ്. നമ്മളെല്ലാം പറയുമല്ലോ, 2 പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. ഇത് ബിബ്ലിക്കൽ അല്ല, ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു സിസ്റ്റം അല്ല. വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം എപ്പോഴും ക്ഷമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് എന്തല്ല, 2 പ്രാവശ്യം ക്ഷമിച്ചോ 3 പ്രാവശ്യം ക്ഷമിച്ചോ എന്നുള്ളതല്ല, ക്ഷമിക്കുന്നതല്ല വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര വട്ടം